വെള്ളിയാഴ്ച പെരുന്നാൾ വന്നാൽ ജുമുഅ സംഘടിപ്പിക്കൽ നിർബന്ധമാണ്, ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല. കേട്ടതാണ്. ഇത് ഇവരുടെ പുതിയ കാര്യമൊന്നുമല്ല, ഇത് മുമ്പേ പറഞ്ഞിട്ടുള്ള വിഷയമാണ്. എന്നാൽ അത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു കുഞ്ഞാട് എന്ന് പറയുന്നത് അത് ഹംബലി മദ്ഹബിൽ അങ്ങനെയുണ്ട്, ഞങ്ങൾ ഹംബലി മദ്ഹബുകാരാണ്. ഫൈസൽ മൗലവിന്റെ അഭിപ്രായമാണോ, മുജാഹിദുകളുടെ അഭിപ്രായമാണോ, വഹാബികളുടെ അഭിപ്രായമാണോ? അല്ല, അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ ഹംബലി മദ്ഹബിന്റെ അഭിപ്രായമാണ് എന്ത്? ഈ പറഞ്ഞ പെരുന്നാളും ജുമഅയും ഒന്നിച്ചു വന്നാൽ ജുമഅ നിർബന്ധമില്ല എന്നുള്ളത്. എന്തൊക്കെയായിരുന്നു ഇത്രയും ദിവസം പുകില്? മുജാഹിദുകൾ നന്മ മുടക്കികളാണ്, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, മുടക്കി ലാസ്റ്റ് ജുമയും മുടക്കി എന്നൊക്കെയാണ് പറഞ്ഞത്. കാരണം അവർ പറയുന്നത് ഞങ്ങൾ എല്ലാ ഇമാമുമാരെയും അംഗീകരിക്കുന്നവരാണ് എന്നാണ്. എന്നാൽ ഇതിനടക്കമുള്ള ഒരു മറുപടിയാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദ് നൽകിയത്. അതായത് ഇവർ എല്ലാ മദ്ഹബിനെയും അംഗീകരിക്കുന്നവരാണ്, എല്ലാ ഇമാമുമാരെയും അംഗീകരിക്കുന്നവരാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാ ഇമാമുമാരുടെയും ഒരു അഭിപ്രായമാണ് പെരുന്നാൾ ജുമുഅ നിസ്കാരം അഫ്ളൽ പള്ളിയിലാണ് എന്നുള്ളത്. എന്നാൽ ഇവർ ചെയ്യുന്നതോ മുഅ്മിനീങ്ങളെല്ലാവരെയും വലിച്ചു കൊണ്ടുപോയി വല്ല കക്കൂസും ടാങ്കിയുടെ അടുത്തോ അതല്ലെങ്കിൽ ചളിക്കുണ്ടിലോ അല്ലെങ്കിൽ വല്ല ഓടയിലോ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം. ഇത് ഏത് ഇമാമിന്റെ അഭിപ്രായമാണ്? ഏത് ഇമാമാണ് ഈദ്ഗാഹാണ് ഏറ്റവും അഫ്ളൽ എന്ന് പറഞ്ഞിട്ടുള്ളത്? ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ഇമാമും പറയാത്ത കാര്യം ഇവരുടെ സ്വന്തം വകയെ ഉണ്ടാക്കുക. അത് ഇനി ഇവർ സ്വന്തം ഉണ്ടാക്കുന്നത് വല്ല ഇമാമുമാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിന്റെ ആൾക്കാരാണെന്ന് പറയുന്ന ഒരു സ്വഭാവം. അപ്പൊ ഇതിനടക്കമുള്ള ഒരു മറുപടി, ഈ കുഞ്ഞാടിനടക്കം എല്ലാ വഹാബികൾക്കും അടക്കമുള്ള ഒരു മറുപടിയാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഇന്നലെ നൽകിയത്. അത് നമുക്ക് കേൾക്കാം, മനസ്സിലാക്കാം. പുതിയ പുതിയ ചിന്താഗതികളുമായി വരുന്നവരുടെ കൂടെ നാം പെട്ടുപോകരുത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, പെരുന്നാൾ ദിവസം വന്നാൽ രാവിലെ എല്ലാ കക്കൂസിൻ്റെയും പരിസരത്തും അതുപോലെ മൃഗങ്ങളെ അറുക്കുന്ന സ്ഥലത്തും എവിടെയാണ് കിട്ടുന്നത് അവിടെ മൈതാനിയിൽ നിസ്കരിക്കണം. അഫ്ളൽ അതാണ്, പള്ളിയിൽ കയറാൻ പാടില്ല. ഇത് കേട്ടാൽ അന്യൊരാൾ കേട്ടാൽ ഈ കൗമ് ഇവിടെ അഫ്ളൽ തേടി നടക്കുന്ന വലിയ മഹാന്മാരാണ് എന്ന് കരുതും. പെരുന്നാൾ നിസ്കാരത്തിന് എവിടെയെങ്കിലും കാട്ടിലോ പൊന്തയിലോ നിസ്കരിക്കലാണ് അഫ്ളൽ, അത് പള്ളിയിൽ കയറാൻ പാടില്ല എന്ന് പറയുന്ന ഈ കൂട്ടർ യഥാർത്ഥത്തിൽ പരിശുദ്ധ ദീനിന് എതിര് കാണിക്കുകയും മത്സരിക്കുകയുമാണ്. അവരെന്താ തെളിവെടുക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൈതാനിയിൽ നിസ്കരിച്ചിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അടിമകൾ ധാരാളം ഉള്ള കാലമാണ്. നബി തങ്ങളാണ് ഈ അടിമത്വത്തെ ഇല്ലാതെയാക്കാൻ പല പ്രേരണകളും നൽകുകയും സഹായിക്കുകയും ചെയ്തത്. ഒരു വ്യക്തിയുടെ കൂടെ 10, 15, 20 അതിലധികവും അടിമകൾ ഉണ്ടാകും. ഈ അടിമകൾക്ക് ഉടമസ്ഥൻ്റെ ലീവ് കിട്ടുകയില്ല. എന്നാൽ എല്ലാ അടിമകൾക്കും പെരുന്നാൾ ദിവസം ഒരു ലീവ് ഈ യജമാനന്മാർ കൊടുക്കും. അതുപോലെ ജുമാക്ക് പോകൽ ഒഴിവാകാത്ത ചെറിയ കുട്ടികൾ അവർ നല്ല പുതിയ വസ്ത്രവും ധരിച്ച് പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകും. നമുക്കൊക്കെ അറിയാലോ, ചെറിയ കുട്ടികൾ, അവർക്ക് ജുമാ ഒഴിവില്ല, അവർ ഒന്നും പഠിച്ചിട്ടില്ല, അവർ പുതിയ കുപ്പായം കൊടുത്ത് പെരുന്നാളിന് സന്തോഷിക്കാൻ പോകുന്നത് പള്ളിയിലേക്ക് പോവുകയാണ് നിസ്കാരത്തിന്. അപ്പം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മദീനത്തെ പള്ളി വളരെ ചെറിയ പള്ളിയാണ്. ആ പള്ളിയുടെ അകത്ത് കൊള്ളുന്നതിന് 10 ഇരട്ടി ആളുകൾ പെരുന്നാളിൻ്റെ അന്ന് റസൂലുള്ളാഹിനെ തുടരാൻ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ ഒന്നും തുടർന്ന് അവിടുത്തെ ഒരു ദുആ കിട്ടിയാൽ രക്ഷപ്പെട്ടു പോകുമെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ മുഅ്മിനീങ്ങൾ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന ഈ ദുആ
അവിടുന്ന് ദ്വാരക്കുകയും മറ്റുള്ളവരൊക്കെ ആമീൻ പറയുകയും ചെയ്താൽ അവർ രക്ഷപ്പെട്ടു പോയി എന്ന് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. വസല്ലി അലൈഹിം ഇന്ന സ്വലാത്തക സകനുല്ലഹും, അങ്ങയുടെ ദുആ അവർക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള കാരണമാണ് നബിയെ എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുമുണ്ട്. അങ്ങനെ റസൂലുള്ളാഹിൻ്റെ ദുആ കിട്ടാനും റസൂലുള്ളാഹിനെ തുടർന്ന് 2 റക്അത്ത് നിസ്കരിക്കാനും ആഗ്രഹമുള്ള എല്ലാ അടിമകൾ എന്ന് പറഞ്ഞാലും മനുഷ്യന്മാർ തന്നെയാണ്, ഒരാളെ കീഴിൽ ആയിപ്പോയി എന്നേ ഉള്ളൂ. ആ അടിമകളും ദൂരെ സ്ഥലത്ത് മദീനയിൽ നിന്ന് വളരെ ദൂരെ ഉള്ള ആളുകൾ അന്ന് ജുമാ സ്ഥാപിച്ചതിൻ്റെ ശേഷം മദീനത്ത് വരാതെ സ്വന്തം നാടുകളിൽ ജുമാ നിസ്കരിക്കുന്നവരും അല്ലാത്തവരും ആയ ധാരാളം ആളുകൾ പെരുന്നാൾ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തുടരാൻ വേണ്ടി മദീനയിലേക്ക് വരും. ആ സമയത്ത് ഇവരെല്ലാവരും കൂടി മദീനത്തെ പള്ളിയിൽ ഉൾക്കൊള്ളുകയില്ല. അതിൻ്റെ പകുതി ഭാഗം പോലും പള്ളിയിൽ ഉൾക്കൊള്ളില്ല. അങ്ങനെ ആയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മൈതാനിയിൽ നിസ്കരിച്ചു. എന്നാൽ നിങ്ങൾക്കറിയാം, കിതാബുകൾ ഏത് എടുത്തു നോക്കിയാലും തുഹ്ഫ, മുഗ്നി, നിഹായ, മുജൈരിമി തുടങ്ങി ഷാഫി ഇമാമിൻ്റെ കിതാബുകൾ, കിതാബുൽ ഉമ്മ് തുടങ്ങിയിട്ട് അവിടുത്തെ ശിഷ്യന്മാർ എഴുതിയ എല്ലാ കിതാബുകളും നോക്കിയാൽ കാണാം പള്ളിയാണ് പെരുന്നാൾ നിസ്കാരത്തിന് അഫ്ളൽ എന്ന് കാണാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ നിസ്കരിച്ചില്ലല്ലോ. അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. മദീനത്തിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള 100 കണക്കായ ആളുകൾ അവർക്ക് ഒരു കൊല്ലത്തിൽ ഒരൊറ്റ ദിവസം യജമാനന്മാർ ലീവ് കൊടുക്കുന്നതാണ്. ആ ലീവിൽ പെരുന്നാളിൻ്റെ ആഘോഷത്തിന് അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ നിസ്കരിക്കണം, അവിടുത്തെ ദുആയിൽ പങ്കെടുക്കണമെന്നാണ്. അത് ഇങ്ങോട്ട് വന്നപ്പോൾ പള്ളിയിൽ സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ ധാരാളം ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ പള്ളിൻ്റെ പുറത്തായി പോവും. അതുകൊണ്ട് പെരുന്നാൾ നിസ്കാരം റസൂലുള്ളാഹി മൈതാനിയിൽ നിസ്കരിച്ചു. ശരിയാണ്, അതില്ലാതെ ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അതുപോലെയാണോ ഇപ്പോൾ എല്ലാ നാട്ടിലും 1, 2, 3, 4, 10 പള്ളികൾ ഉണ്ടാവും. ഈ പള്ളികളിൽ നിസ്കരിക്കാൻ മാത്രമേ ആളുകൾ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ കൊല്ലത്തിലൊരിക്കൽ ലീവ് കിട്ടുന്ന അടിമകളോ അതുപോലുള്ള ആളുകളോ നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ടാണ് നബി തങ്ങൾ മൈതാനിയിൽ വെച്ച് നിസ്കരിച്ചത്. എന്നാൽ എല്ലാവരും പെരുന്നാൾ നിസ്കാരം പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ് അഫ്ളൽ, ശ്രേഷ്ഠതയുള്ളത് എന്ന് ശാഫിഈ, ഹംബലി, മാലിക്കി, ഹനഫി ഈ 4 മദ്ഹബുകളിലും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവരെ കേട്ടാൽ അല്ലോ എന്താണെന്നറിയോ, സുന്നത്ത് വീട്ടുന്നൊരു വലിയ കേമന്മാർ, അള്ളാഹുവിനോ റസൂൽ മൈതാനിയിലാണ് നിസ്കരിച്ചത്, അതുകൊണ്ട് പള്ളി നമുക്ക് ഹറാമാണ്. ഇത് ഏതിൻ്റെ കാൽവെപ്പാണ്? ഇപ്പോൾ വെള്ളിയാഴ്ച പെരുന്നാളാകും, പെരുന്നാളായാൽ ജുമാ വേണ്ട എന്നിപ്പോൾ പ്രസ്താവിച്ചു വെച്ചിരിക്കുക. പണ്ട് കോഴിക്കോട് പട്ടാളപ്പള്ളിയിൽ കുത്തുബോധിയിരുന്ന അബ്ദുൽ ലത്തീഫ് മൗലവി പള്ളിയിൽ വെച്ച് പ്രഖ്യാപിച്ചു, അടുത്ത വെള്ളിയാഴ്ച പെരുന്നാളാണ്, അതുകൊണ്ട് ഇവിടെ ജുമാ ഉണ്ടാവുകയില്ല എന്ന്. അങ്ങനെ മിമ്പറിൽ നിന്നിറങ്ങിയപ്പോൾ ആളുകൾ പിടികൂടി, ഉണ്ടാക്കൂല എന്ന് പറയാൻ സമ്മതിക്കൂല, ഇവിടെ ഉണ്ടാക്കണം എന്നായപ്പോൾ അന്ന് അത്തെ ഒരു കൗമുദി എന്നൊരു പത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള കൗമുദിയാണോ അല്ലെന്ന് എനിക്കറിയില്ല. ആ പത്രത്തിൽ കൊടുത്തു, സാധാരണ പോലെ ഈ വെള്ളിയാഴ്ചയും പട്ടാളപ്പള്ളിയിൽ ജുമാ നിസ്കാരം ഉണ്ടാകുന്നതാണ് എന്ന് ഫത്വ കൊടുത്ത് ആ മൗലവി തന്നെ, അബ്ദുൽ ലത്തീഫ് മൗലവി തന്നെ അടുത്ത വെള്ളിയാഴ്ച ജുമാ ഉണ്ടാകൂല എന്ന് പറഞ്ഞ ആൾ തന്നെ പിറ്റത്തെ വെള്ളിയാഴ്ച
ഖുത്ബ ഓതുകയും ജുമാ നിസ്കരിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പറയാനും തിരിക്കാനും ഇസ്ലാം മതത്തിനെ അവർ ഉപയോഗപ്പെടുത്തുകയാണ്. ആരാണ് ഇവർക്ക് വെള്ളിയാഴ്ചയാണ് പെരുന്നാൾ എന്ന് ഉറപ്പിക്കാൻ അധികാരം കൊടുത്തത്? അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? നിങ്ങൾ സൂമു സലാസീനയോ, നിങ്ങൾ 30 ദിവസവും നോമ്പ് പിടിക്കണം. നിങ്ങൾ ഒരു മാസത്തിൽ 30 ദിവസമുണ്ടെങ്കിൽ ആ 30 ദിവസം നോമ്പ് പിടിക്കണം. ഫൈൻ സൂമൂലി റോയത്തിക്കും അഫ്തറൂലി റോയത്തിക്കും, മാസം കണ്ടതിൻ്റെ പേരിൽ നോമ്പ് പിടിക്കുകയും പെരുന്നാൾ മാസം കാണുന്നതിനനുസരിച്ച് നോമ്പ് മുറിക്കുകയും ചെയ്യാം എന്നിട്ട് അവിടുന്ന് പറയുന്നത് ഫൈൻ ഉമ്മ അലയിക്കും, അഥവാ മയക്കാർ കൊണ്ടോ മറ്റു വല്ല കാരണം കൊണ്ടോ മേഘം മൂടി നിൽക്കുകയാണ്, മാസം കാണുന്നില്ല എങ്കിൽ അക്മിലുൽ ഇദ്ദത്ത സലാസീൻ, നിങ്ങൾ 30 പൂർത്തിയാക്കണം. ഇത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. നിങ്ങൾ കണക്ക് കൂട്ടി നേരത്തെ തന്നെ ഈ മാസം 29 ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് പെരുന്നാൾ വെള്ളിയാഴ്ചയാണ് എന്ന് പറയാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? ആരും കൊടുത്തിട്ടില്ല. അള്ളാഹു തനക്ക് പഠിപ്പിച്ചിട്ടില്ല, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല, ഖുലഫാഉർ റാഷിദീങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, ഫുഖഹാക്കൾ ആരും പഠിപ്പിച്ചിട്ടില്ല. ഇവരുടെ തോന്നിവാസം അള്ളാഹുവിൻ്റെ ദീനെ കൊണ്ട് പന്ത് കാടി കളിക്കുകയാണ്. ചില ചെറുപ്പക്കാർക്ക് തോന്നല എന്താ ഇപ്പം മുജാഹിദായാലും സുന്നിയായാലും തമ്മിൽ വ്യത്യാസം എന്താ? അത് ചില ചെറുപ്പക്കാർക്കൊക്കെ തോന്നലുണ്ട്. ഞാൻ നിങ്ങളോട് അങ്ങനത്തെ ചെറുപ്പക്കാരോട് പറയുന്നത്, ദീനിൻ്റെ അടിത്തറയായ എല്ലാ കാര്യങ്ങളും ഇവർ അട്ടിമറിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു ചെറിയ കാര്യം മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? മദീനയിലേക്ക് നാനാ ഭാഗത്തു നിന്നും വരുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുടർന്ന് കഴിക്കാൻ വന്നപ്പോൾ സ്ഥലമില്ലാത്തത് കൊണ്ട് എന്നാൽ നമുക്ക് മൈതാനിയിൽ നിന്ന് നിസ്കരിക്കാമെന്ന് പറഞ്ഞ റസൂലുള്ളാഹി മൈതാനി പോയത് കൊണ്ട് അതാണ് അഫ്ള് നിങ്ങളോടായി പറഞ്ഞു. അതുപോലെ 29 30 എന്ന് അന്നത്തെ ദിവസം മാസം കാണുമോ ഇല്ലേ എന്നിട്ട് തീരുമാനിക്കുക, അല്ലാതെ ഈ കണക്ക് കൂട്ടി തീരുമാനിക്കുന്നത് ഇസ്ലാമികമല്ല. നിങ്ങൾ കരുതുന്നത് നിങ്ങൾക്ക് മാത്രമേ കണക്ക് കൂട്ടാൻ അറിയുമെന്നോ? അത് ഒരിക്കലും നിങ്ങൾ കരുതിപ്പോവേണ്ട. നിങ്ങളെ കൂട്ടുന്ന കണക്കുകളൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾക്ക് നല്ല പോലെ അറിയാം. ഞങ്ങളുടെ എല്ലാവരുടെയും ഉസ്താദായിരുന്ന ബഹറുൽ ഉലൂം സൈനുദ്ദീൻ അലി ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ ഉസ്താദ് എന്ന് നിങ്ങൾ പറയുന്ന ബഹുമാനപ്പെട്ട മഹാനവറുകൾ ഈ വിഷയത്തിൽ ഏറ്റവും വലിയ അഗ്രഗണ്യനായ ആലിമായിരുന്നു. കണക്ക് കൂട്ടാനും കണക്ക് പ്രകാരം മാസം ഇന്ന ദിവസം വരാൻ സാധ്യതയുണ്ട് എന്ന് പറയാനും വലിയ യോഗ്യതയുള്ള കഴിവുള്ള ആളായിരുന്നു. അപ്പോൾ ഈ അതിൻ്റെ ശിഷ്യന്മാരാണ് ഞങ്ങളൊക്കെ അവിടുന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കണക്ക് കൂട്ടുന്നതൊന്നും നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഞങ്ങൾക്ക് അറിയില്ല എന്ന് നിങ്ങൾ കരുതണ്ട. ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് കേൾക്കുകയാണ്. സൂമൂ ലിറുയത്തിഹി വഅഫ്തിറൂ ലിറുയത്തിഹി, മാസം കണ്ടു എന്ന് ഉറപ്പായാൽ നിങ്ങൾ നോമ്പ് പിടിക്കുക, അതുപോലെ എന്ന് ഉറപ്പായാൽ നിങ്ങൾക്ക് പെരുന്നാൾ കഴിക്കാം എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്കൊരു കണക്ക് നോക്കി നോമ്പ് നിൽക്കാനും നോമ്പ് പിടിക്കാനും ഇസ്ലാം മതം കൽപ്പിച്ചിട്ടില്ല. ഈ തോന്നിവാസികളായ ആളുകൾ അവർ ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് പെരുന്നാളിനൊന്ന് ഏതെങ്കിലും ചളിയിൽ പോയിട്ട് നിസ്കരിക്കുന്ന നല്ല പള്ളി ഒഴിവുണ്ടാവും, അതൊക്കെ ഒഴിവാക്കിയിട്ടിട്ട് ഈ ചളിയിൽ പോയി നിസ്കരിക്കുകയും അതുപോലെ മാസം കാണുമോ ഇല്ലയോ എന്ന് തീർച്ചപ്പെടുന്നതിന് മുമ്പ്
ഇവർ തന്നെ വെള്ളിയാഴ്ച പെരുന്നാളാണെന്ന് തീരുമാനിക്കണം. ആരാണ് നിങ്ങൾക്ക് ഇതിന് അധികാരം തന്നത്? ഏത് ദീനിലുള്ള തീരുമാനമാണിത്? നിങ്ങൾ ആലോചിച്ച് മറുപടി പറയണം. വെറുതെ വിടാൻ പറ്റില്ല. ഈ മുജാഹിദിനെ വെറുതെ വിടാൻ പറ്റില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടുത്തെ ചെറുപ്പക്കാരെ മുഴുവനും വഴിവേപ്പിക്കുന്നതിന് ഒരു തുടക്കമാണത്. യഥാർത്ഥത്തിൽ ഇതല്ല അവരുടെ ലക്ഷ്യം, ഇതൊരു തുടക്കം മാത്രമാണ്. അങ്ങനെ ഇതാ ഇപ്പോൾ ഇന്നലെ തന്നെ പേപ്പറിലൊക്കെ വന്നു കഴിഞ്ഞ് വെള്ളിയാഴ്ച പെരുന്നാളാണ്, അന്ന് ജുമാ വേണ്ടാന്ന്. ആരാണ് അങ്ങനെ ജുമാ വേണ്ടാന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാൾ നിസ്കാരവും ജുമാ നിസ്കാരവും രണ്ടും ഒരേ ദിവസം നിസ്കരിച്ചുവെന്നും സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ ഹൽ അതാക ഹദീസുൽ ഗാശിയ എന്ന് പറയുന്ന ഈ രണ്ട് സൂറത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെരുന്നാൾ നിസ്കാരത്തിലും അന്നത്തെ ജുമാ നിസ്കാരത്തിലും ഓതിയിരുന്നത് എന്ന് നമുക്കിവിടെ ഹദീസിൽ കാണാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാളും ജുമായും ഒത്ത് വന്നപ്പോൾ പെരുന്നാൾ നിസ്കരിച്ചിട്ടുണ്ട്, ജുമായും നിസ്കരിച്ചിട്ടുണ്ട്. പിന്നെ ആ ജുമാ വേണ്ട എന്ന് ഇപ്പോൾ തന്നെ തീരുമാനിക്കാൻ വന്ന ഈ മുജാഹിദ് പ്രസ്ഥാനം, ഇവരാണ് ഇവിടെ ദീനിനെ ആകെ നശിപ്പിക്കുന്നവർ. ഒരു ചെറിയ കാര്യമല്ല. അങ്ങനെ വന്ന് അള്ളാഹുവിലുള്ള വിശ്വാസത്തിലും റസൂലുള്ളാഹിയുള്ള വിശ്വാസത്തിലും ഇവർ വഴിവെച്ച് പോയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, യുവാക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, എന്താ ഇപ്പോൾ മുജാഹിദ് സുന്നി തമ്മിൽ തർക്കമുള്ളത്? ഇങ്ങനെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളല്ലേ, 1, 2, 10 കാര്യങ്ങളല്ല. ഈമാനിൻ്റെ കാര്യത്തിൽ വളരെയധികം വ്യത്യാസമുണ്ട്. നാം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ആളുകൾ വിശ്വസിക്കുന്നു അല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളെ പ്രവൃത്തിയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. കൈ ഇങ്ങനെ പൊക്കാൻ ഇത് അള്ളാഹുവിൻ്റെ കഴിവ് വേണം. അള്ളാഹു നമുക്ക് ഇപ്പോൾ കഴിവ് തന്നാൽ മാത്രമേ ഇത് ഉയർത്താൻ കഴിയുകയുള്ളൂ. നിങ്ങൾ നോക്കും, ഞാൻ തന്നെ പണ്ട് നിന്നിട്ട് ഇവിടെ പ്രസംഗിക്കുക എത്രയോ സമയം നീട്ടി പ്രസംഗിക്കുമായിരുന്നു. അന്ന് അതൊരു സന്തോഷമാണ്. ഇപ്പോൾ ഒരു ഹർഫ് ഇങ്ങോട്ട് മുഴിയുക അത് തന്നെ വളരെ പ്രയാസമാണ്. അത് ഏത് മനുഷ്യനും പ്രായമെത്തുമ്പോൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമഅയും പെരുന്നാളും രണ്ടും ഒരു ദിവസമായപ്പോൾ രണ്ടും നിസ്കരിച്ചു എന്ന് മാത്രമല്ല സബ്ബിഹിസ്മയും ഹല്ലത്താക്കയും ആയിരുന്നു ഈ രണ്ട് നിസ്കാരത്തിലും നബി തങ്ങൾ ഓതിയിരുന്നത് എന്ന് റിവായത്ത് വരെ ഹദീസുകൾ ഇവിടെ കാണാനുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച പെരുന്നാൾ ആകുമെന്ന് മുൻകൂട്ടി പറയാൻ അധികാരമില്ലാത്ത, വിവരമില്ലാത്തവരാണ് അത് പറയുന്നത്. രണ്ടാമത്, അങ്ങനെ ആയാൽ തന്നെ ജുമാ വേണ്ട എന്ന് അല്ല ഈ പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ദൂരത്തു നിന്ന് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി റസൂലുള്ളാഹിയെ പിന്തുടർന്ന് നിസ്കരിക്കാനും അവിടുത്തെ ദുആയിൽ പങ്കെടുക്കാനും വരുന്ന ഏതാനും ചില ആളുകൾക്ക് ഇനി അവരുടെ വീട്ടിൽ പോയി തിരിച്ച് വീണ്ടും ജുമാക്ക് വരാൻ ഒരുപാട് ദൂരം നടക്കണം. അന്ന് കാറും ലോറിയും ബൈക്കും ഒന്നുമുള്ള കാലമല്ല, കാൽനടയായി മാത്രം വരുന്ന കാലഘട്ടമാണ്. അങ്ങനെ എത്രയോ മൈൽസുകൾ താണ്ടി അവരുടെ വീട്ടിൽ പോയി രണ്ടാമത് ഇവിടെ ജുമാക്ക് തന്നെ വരാൻ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി പറയുകയും അതുതന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് മഹാനവറുകൾ പറയുകയും ചെയ്ത ഹദീസുകളെല്ലാം നമ്മൾ ഉസ്താദുമാർ, നമ്മുടെ ഇമാമുകളും കണ്ടിട്ടുണ്ട്. 4 മദ്ഹബിൽപ്പെട്ട ഇമാമുകൾ, ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാമു ദാരിൽ ഹിജ്റത്ത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഈ ഉലമാക്കൾ ഇന്ന് നിങ്ങൾ ലോകത്ത്
പരിശോധിച്ച് നോക്കിയാൽ ഇന്നും ഈ പരിഷ്കരിച്ച ലോകമെന്ന് ഈ മുജാഹിദ് വിഭാഗം പറയുന്ന ഈ കാലഘട്ടത്തിലും ലോകമൊട്ടാകെ പരിശോധിച്ചാൽ 90% നാലേതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കുന്നവരാണ്. ഇവിടുത്തെ കുറച്ച് വിവരമില്ലാത്ത മുറി മൗലവിമാർ മാത്രമാണ് ഇങ്ങനെ ആയത്തും ഹദീസും വെച്ചിട്ട് വലിയ ബടായി പറഞ്ഞ് ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഇല്ലാതെയാക്കുന്നത്. നിങ്ങൾ കണ്ടോ, ഇവർക്ക് അള്ളാഹുവിനെ പറ്റി വല്ല വിശ്വാസമുണ്ടോ? ഒരു മൗലവി, അവരുടെ കാര്യമായ ഒരു മൗലവി തിരുത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. തിരുത്ത്, നേരത്തെ പറഞ്ഞ തിരുത്തി എഴുതുക. അതിലെന്താ അദ്ദേഹം പറയുന്നത്? അള്ളാഹുവിനെ പറ്റി ഞാൻ പഠിക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹു തആലക്ക് തടിയില്ല, ഭാഗമില്ല, തലമില്ല എന്നൊക്കെ പഠിച്ചിരുന്നു. അത് തെറ്റാണെന്ന് എനിക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു. അള്ളാഹുവിനെ സംബന്ധിച്ച് ഞാൻ പഠിച്ചു നോക്കുമ്പോൾ ആ പറഞ്ഞത് തിരുത്തി വായിക്കേണ്ടതാണ് എന്നെനിക്ക് മനസ്സിലാക്കുന്നു എന്ന് മുജാഹിദ് മൗലവി എഴുതിയത് നിങ്ങൾക്ക് കാണാം. സഹോദരങ്ങളെ, അങ്ങനെ അള്ളാഹുവിൻ്റെ വിശ്വാസത്തിലും അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിലും ഈ കൂട്ടരുടെ വിശ്വാസം വളരെ അബദ്ധം.